ബീഹാറിൽ മഹാസഖ്യമിട്ട നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ ഇപ്പോൾ നടക്കുകയാണ്. ബിജെപി നേതാവ് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്യും. ജെഡിയു ബിജെപി സഖ്യത്തിന് 132 എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. നാളെ ബീഹാറിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയാണ്. ബിജെപി പിന്തുണയുടെ സർക്കാർ രൂപീകരിക്കാൻ നിതീഷിനെ അനുവദിച്ച ഗവർണറുടെ നടപടിക്കെതിരെ തേജസ്വി യാദവ് കോടതിയെ സമീപിക്കും. നിതീഷിന്റെ തീരുമാനത്തിനെതിരെ ജെഡിയുവിൽ ഭിന്നത. നിതീഷിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ മനസാക്ഷി അനുവദിക്കില്ല എന്ന് ജെഡിയു എംപി അലി അൻവർ വ്യക്തമാക്കി. സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സർലിംഗ്, ഒരുപക്ഷെ ഈയൊരു രാഷ്ട്രീയ മാറ്റം ദേശീയ തലത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങൾ, വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന തരത്തിലാണ്. എന്താണ് ഇപ്പോഴത്തെ ബീഹാറിലെ ഒരു അവസ്ഥ? സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. 2 പേർ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ നേതാവും ബിജെപി നേതാവുമായ സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയുമായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഒരു ചെറു ചടങ്ങായിരുന്നു. ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി 2 ദിവസത്തിനുള്ളിൽ വിശ്വാസ വോട്ടെടുപ്പ് തേടണം എന്നാണ് ഗവർണർ ത്രിപാഠിയ പുതിയ സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ നിയമസഭ വിളിച്ചുകൂട്ടി വിശ്വാസ വോട്ടെടുപ്പ് നിതീഷ് കുമാർ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മന്ത്രിസഭ പുനഃസംഘടന. നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 14 അംഗ ബിജെപി ജെഡിയു എംഎൽഎമാർ കൂടി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. വൈകുന്നേരം 5 മണിക്ക് സത്യപ്രതിജ്ഞ എന്നായിരുന്നു ഇന്നലെ രാത്രി 10 മണി വരെയുള്ള തീരുമാനം. അതും അട്ടിമറിച്ച് രാവിലെ തന്നെ വളരെ തിടുക്കപ്പെട്ട് രാജ്ഭവനിൽ വളരെ പെട്ടെന്ന് ചേർന്ന ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. എന്തായാലും ജെഡിയുവിൽ നിന്ന് നിതീഷും ബിജെപിയിൽ നിന്ന് സുശീൽ കുമാർ മോദിയും അധികാരമേറ്റപ്പോൾ തന്നെ രാഷ്ട്രീയ ചിത്രം വ്യക്തമായിരിക്കുന്നു. മഹാസഖ്യം അവരുടെ എല്ലാ ആവശ്യങ്ങളും ഗവർണർ ത്രിപാഠി തള്ളി. ഇതിന് പിന്നാലെ തേജസ്വി യാദവ് ഇപ്പോൾ കോടതിയെ സമീപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷി RJD ആണ്. അതുകൊണ്ട് തന്നെ അവരെ സർക്കാർ രൂപീകരിക്കാൻ ആദ്യം ക്ഷണിക്കണം എന്നാണ് അവകാശവാദം. പക്ഷേ അതിന് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചു എന്ന് തന്നെ വ്യക്തം. മറ്റൊന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എത്തിയില്ല. പകരം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതൊരു ബീഹാറിന്റെ പുരോഗമനത്തിലേക്കുള്ള വാതിലാണ് എന്നാണ് JP നഡ്ഡ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ചില വിമത ശബ്ദങ്ങൾ ജെഡിയുവിന്റെ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുത്തുകാരനും പത്രപ്രവർത്തകനും രാജ്യസഭാ എംപിയുമായിരിക്കുന്ന ജെഡിയുയുടെ MP അലി അക്ബറിന്റെ ഭാഗത്തു നിന്നാണ് തന്റെ മനസാക്ഷി അനുസരിച്ച് നിതീഷിനൊപ്പം പോകാൻ, നിതീഷിന്റെ പുതിയ ഈ സഖ്യത്തോടൊപ്പം പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അലി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടി വിടുമോ എന്ന തരത്തിലുള്ള സൂചനയും തന്നില്ല. പക്ഷെ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ജെഡിയുവിന്റെ 71 MLA-മാരിൽ 18ഓളം MLA-മാർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരോ യാദവ സമുദായത്തിൽ നിന്നുള്ളവരോ ആണ്. ഇവരിലേറെ പേരും ലാലുവുമായി അടുത്ത ബന്ധം പുലർത്തുന്നു, ലാലുവിനെ പിന്തുണയ്ക്കും എന്നുവരെ പ്രതീക്ഷിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൽ നിന്നുള്ളൊരു ചോർച്ചയും പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞു എങ്കിൽ പോലും നിതീഷ് ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ചോർച്ച തടയുക എന്നതാകും. വളരെ ചെറിയൊരു ചടങ്ങായിരുന്നു. ചടങ്ങിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് സർലി? സൗമ്യ, ഏകദേശം 13 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു രാജ്ഭവനിൽ സംഘടിപ്പിക്കപ്പെട്ടത്. ഗവർണർ കേസരിനാഥ് ത്രിപാഠിയുടെ സാന്നിധ്യത്തിൽ ആദ്യം നിതീഷ് കുമാറിനെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ക്ഷണിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം സുശീൽ കുമാർ മോദിയെ ക്ഷണിച്ചു. തുടർന്ന് ദേശീയ ഗാനം ആലപിച്ച് ചടങ്ങ് പിരിയുകയായിരുന്നു. അത്രയ്ക്ക് വളരെ ഒരു ചെറിയ ചടങ്ങ് മാത്രമായിരുന്നു. ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 13 മിനിറ്റ് മാത്രം നീളുന്ന ചടങ്ങ്. ഇരുവരും ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചില്ല. ഇപ്പോൾ പക്ഷെ പുറത്തു വന്ന ശേഷം അവിടെ നിൽക്കുന്ന അണികളെ ഇരുവരും അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നത് മാത്രമാണ് ഒരു പ്രത്യേകത. ഇനിയും ഇരുവരും മുഖ്യമന്ത്രി സുശീൽ കുമാർ തന്റെ ഓഫീസിലേക്ക് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിതീഷ് കുമാർ തന്റെ ഓഫീസിലേക്ക് പോകും.
സുശീൽ കുമാർ മോദി അടക്കമുള്ളവർ പിന്നീട് നാളത്തെ വിശ്വാസ വോട്ടെടുപ്പുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകാൻ പോകുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോൺഗ്രസിന്റെ 27 MLA-മാരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനം എടുക്കുക. RJD ഏറെ ഞെട്ടലുണ്ടാക്കിയ RJD ആണ്. RJD-യും ഈ നീക്കത്തിനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്ന് ആലോചിക്കുന്നു. ഈ വിശ്വാസ വോട്ടെടുപ്പ് ഇപ്പോഴത്തെ സീറ്റ് നില അനുസരിച്ച് മറികടക്കാൻ കഴിയും. കാരണം 243 അംഗ നിയമസഭയാണ് ബീഹാറിലുള്ളത്. ഇതിൽ കേവല ഭൂരിപക്ഷം 122 ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി രൂപീകരിക്കപ്പെട്ട പുതിയ സഖ്യം BJP JDU സഖ്യത്തിന് ഇപ്പോൾ തന്നെ 129 MLA-മാരുടെ പിന്തുണയാണ്. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ 7 MLA-മാർ കൂടുതലായി തന്നെ അവരുടെ പക്ഷത്തുണ്ട്. ഇതിൽ BJP-ക്ക് 53 MLA-മാരാണുള്ളത്. മറ്റ് NDA ഘടകകക്ഷികളായി RLSP-യും LJP-യും അടക്കമുള്ളവർ, പിന്നെ പഴയ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ IAM ഒക്കെ ഉള്ള ഒരു MLA ഉണ്ട്. അങ്ങനെ സ്വതന്ത്ര 4 പേരുണ്ട്. ഇങ്ങനെ ഉള്ളൊരു വിഭാഗം നിലനിൽപ്പുണ്ട്. പക്ഷേ ഇതിൽ NDA-യിലുള്ള MLA-മാർ സ്വാഭാവികമായും BJP ഒപ്പം തന്നെ നിൽക്കും. പക്ഷേ ഇരുഭാഗത്തും ഇല്ലാതെ തന്നെ ഏകദേശം 7ഓളം MLA-മാരുണ്ട്. അതായത് CPI-ML-ന്റെ 3 MLA-മാർ, സ്വതന്ത്രരായി 4 പേർ. ഇവർ എങ്ങോട്ട് ചായും എന്നത് ചിലപ്പോൾ നിർണായകമാകും. കാരണം അവസാന ഘട്ടത്തിലെ കണക്കുകൂട്ടലിൽ നിർണായകമാകും. ഇപ്പോൾ നിലവിൽ RJD-ക്ക് 80 ലാലു പ്രസാദ് യാദവിന്. അദ്ദേഹത്തിന്റെ 80 MLA-മാരെ കൂടാതെ കോൺഗ്രസിന്റെ 27 MLA-മാർ, കൂടാതെ ഈ സ്വതന്ത്രയൊക്കെ ഒപ്പം കൂട്ടിയാൽ പോലും പിന്നെയും ഒരു 12 MLA-മാരുടെ വോട്ട്, 12 MLA-മാരുടെ ഒരു കുറവ് ഈ കേവല ഭൂരിപക്ഷം മറികടക്കാൻ ഉണ്ടാകും. സ്വാഭാവികമായ അത് ഈ JDU-ൽ നിന്ന് എങ്ങനെയെങ്കിലും പിളർത്തിയെടുക്കാൻ ലാലു അതിനുള്ളൊരു സാധ്യത എങ്ങനെയാണ് സല്ലിംഗ്? 71 സീറ്റാണ് JDU-ന് നിലവിലുള്ളത്. സ്വാഭാവികമായും വലിയൊരു സ്വാരസ്യം നിലവിൽ തന്നെ ഈ വിഷയത്തിൽ, ഇപ്പോൾ ഈ സർക്കാർ രൂപീകരണ വിഷയത്തിൽ തന്നെ RJD അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ MLA-മാരെ പിടിക്കാനാകുമെന്നുള്ളൊരു സാധ്യത ഈ 71 MLA-മാരുടെയൊക്കെ ഒരു നിലപാട് എങ്ങനെയാണ്? ഇപ്പോൾ തന്നെ JDU-ൽ ഈ ഒരു നിലപാട് മാറ്റം വിഷയത്തിൽ വലിയൊരു അതൃപ്തി നിലനിൽക്കുന്നുമുണ്ട്. സർലിംഗ്, സൗമ്യ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിനി JDU-നോടൊപ്പമുള്ള MLA-മാരെ തന്നെ പരിശോധിക്കേണ്ടി വരും. 71 MLA-മാരുമായി ബീഹാർ നിയമസഭയിൽ 2ാം സ്ഥാനത്താണ് നിതീഷ് കുമാർ ഉള്ളത്. 1ാം സ്ഥാനത്തുള്ളത് RJD 80 MLA-മാർ. നിതീഷ് കുമാറിനൊപ്പമുള്ള ഈ 71 MLA-മാരിൽ 18 MLA-മാർ അദ്ദേഹത്തിന്റെ എംപിമാരെ കണക്കാക്കിയ എംപിമാർ പോലും മുസ്ലിങ്ങളടക്കമുണ്ട്. മറ്റ് യാദവ് വിഭാഗക്കാരുണ്ട്. അതിൽ തന്നെ അലി അക്ബർ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു. ഇനി MLA-മാരുടെ കാര്യത്തിലാണെങ്കിൽ 18 MLA-മാർ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരോ യാദവ് വിഭാഗത്തിൽപ്പെട്ടവരോ ആണ്. ഇവരാകട്ടെ ലാലു പ്രസാദ് യാദവിന് നൽകിയ പല സീറ്റുകളിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം വിജയിച്ച, കാരണം സഖ്യത്തിന്റെ ഭാഗമായി സീറ്റുകളിൽ വലിയേറെ വിട്ടുവീഴ്ച ഇരു വിഭാഗവും ചെയ്തിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ RJD വിജയിച്ചു വന്ന പല സീറ്റുകളും JDU-ന് നൽകി. പകരം JDU-ന്റെ സീറ്റുകൾ RJD-ക്ക് നൽകി. അങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഒരു മുന്നണി സഖ്യത്തിന്റെ ഭാഗമായുള്ള ഒരു വിഭജനം. അതുകൊണ്ട് തന്നെ ഈ വിജയിച്ചു വന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരോ യാദവ് വിഭാഗത്തിൽപ്പെട്ടവരോ പലപ്പോഴും ലാലുവിന്റെ വോട്ട് ബാങ്ക് അവർക്ക് ജയത്തിനുള്ള സാധ്യത നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്തുണ ലാലുവിന്റെ പിന്നിലുണ്ട് എന്നാണ് ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അവസാന നിമിഷം അവർ ലാലുവിനോടൊപ്പം ചേരാം എന്നതും തള്ളിക്കളയാനാകില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 18 MLA-മാരിൽ തന്നെ ഒരു 15 MLA-മാർ പോലും മാറിയാൽ പോലും നിതീഷ് കുമാറിന് കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുകയില്ല. പക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ലാലുവിനോടൊപ്പം നിന്ന, മഹാസഖ്യത്തിനൊപ്പം നിന്ന നിതീഷ് കുമാറിനെ സ്വന്തം ചേരിയിലേക്ക് മാറ്റാൻ BJP ഉപയോഗിച്ച തന്ത്രങ്ങൾ. തിരികെ എത്താം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ PV തോമസ്, സ്വാഭാവികമായും ഇനി ഉള്ള വിശ്വാസ വോട്ടെടുപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഉറ്റുനോക്കപ്പെടുന്നത്. ഇവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വലിയ സഖ്യം പൊളിക്കാനുള്ള ഒരു തന്ത്രം മെനയാനുള്ള കഴിവ് BJP-ക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള നാളത്തേതടക്കം ഈ വിശ്വാസ വോട്ടെടുപ്പിൽ അടക്കം ഉള്ള കരുക്കൾ നീക്കാനുള്ള തന്ത്രപരമായ എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടുണ്ടാകാം എന്ന് കരുതാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സ്വാഭാവികമായും ബീഹാറിലെ രാഷ്ട്രീയം, അവിടെ ഈ മഹാസഖ്യവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ, അവിടെ നിന്നും മറിച്ചൊരു നിലപാട് നിതീഷ് എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന സാഹചര്യം, അതൊക്കെ എങ്ങനെയായിരിക്കും ഈ MLA-മാരുടെ നിലപാടുകളെ സ്വാധീനിക്കുക? നാളെ എങ്ങനെയായിരിക്കും അവർ നിലപാടെടുക്കുക? ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് ശ്രീ PV തോമസ്?
അനുസരിച്ച് നിതീഷ് കുമാറിന് വലിയ ഭീഷണിയൊന്നും ഞാൻ കാണുന്നില്ല. കാര്യം ശരിയാണ്, RJD ആണ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി, 80 സീറ്റുകളുണ്ട്. JDUക്ക് 71 സീറ്റുകൾ മാത്രമേ ഉള്ളൂ, കോൺഗ്രസിന് 27 സീറ്റും. അപ്പോൾ കോൺഗ്രസും RJD വന്നാൽ അത്രയും വരുന്നില്ല കാര്യമായിട്ട്, 108 സീറ്റേ വരുന്നുള്ളൂ. BJPക്കായിട്ട് 53 സീറ്റും ഉണ്ട്. മറ്റുള്ളവരായിട്ട് 12 പേരുണ്ട്. അപ്പോൾ നാളെ വലിയ ഭീഷണി കാണുന്നില്ല. പക്ഷെ മുമ്പോട്ട് എന്തായിരിക്കും, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് സുശീൽ മോഡി വരുമോ, വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും 2019 മുമ്പ് BJPക്ക് കൈവരിക്കാവുന്ന ഏറ്റവും വലിയ ഒരു വിജയമാണ് അവര് ഇന്നലെ സാധിച്ചെടുത്തിരിക്കുന്നത്, ഇപ്പോൾ സാധിക്കുന്നതും. അത് ആ മഹാഗഠബന്ധനെ പൊളിക്കുവാനായിട്ട് സാധിച്ചു. അത് അതിന്റെ ഭാവി ഇനി കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഒരുപക്ഷെ BSPയും SPയും UPയിൽ ഒത്തു വന്നതോടുകൂടിയും കോൺഗ്രസും വന്നു കഴിഞ്ഞാൽ, ഇടതുപക്ഷവും വന്നു കഴിഞ്ഞാൽ അതിന് വീണ്ടും അതിനെ കളയാൻ സാധിക്കുകയുമില്ല. പക്ഷെ എന്താണ് ഈ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം, എന്താണ് അദ്ദേഹം, നമുക്കറിയാം അദ്ദേഹം എന്തുകൊണ്ട് ഈ NDA വിട്ടു എന്നറിയാം. ആ പ്രധാന കാരണം പ്രധാനമന്ത്രിയായിട്ടും നരേന്ദ്രമോദിയെ പ്രൊജക്ട് ചെയ്യുന്ന പേരിലാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പുറത്തു വരികയാണ്. നേരെ മറിച്ച് 2002 ഗുജറാത്ത് റൈറ്റ് സമയത്തൊന്നും അദ്ദേഹം പ്രതിഷേധിക്കുകയുണ്ടായില്ല. കാര്യമായ എന്തെങ്കിലും ഗ്രൂപ്പുകൾ കാണിച്ചെങ്കിലും അദ്ദേഹം രാജിവെക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന് മോഡിയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യത്തിന്റെ പേരിലാണ് അദ്ദേഹം സഖ്യമിടാനായിട്ട് ഇടവന്നത് NDA. അതിനുശേഷം അദ്ദേഹം 2-3 സന്ദർഭങ്ങളിൽ BJPക്കൊപ്പം നിന്നു. അതായത് മഹാഗഠബന്ധൻ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നോട്ട് ബന്ദിയുണ്ട്, സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട്, ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള പിന്തുണയും അദ്ദേഹം കൊടുത്തത് NDAക്കാണ് കൊടുത്തത്. അപ്പോൾ ഈ നിതീഷ് കുമാറിനെ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് പറയാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് മോഡിയുമായിട്ട് കൈ കോർത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റർ വന്നതിന്റെ പേരിൽ അദ്ദേഹം പരിപാടികൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് അത്രയ്ക്ക് മാത്രം കടുത്ത വിരോധമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഗുജറാത്ത് വെള്ളപ്പൊക്കത്തിന് ബീഹാറിന് കൊടുത്ത അത് അദ്ദേഹം വേണ്ട എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള രണ്ട് തികച്ചും എക്സ്ട്രീമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡും ഒരു സ്ഥായിയായ സ്റ്റാൻഡ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഏതായാലും തൽക്കാലം ഈ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നത് BJPയാണ്. അതായത് മോഡിയും അമിത്ഷായുടെയും പരിപൂർണമായ വിജയമാണ് ഇതുവരെ. അവിടെയാണ് ശ്രീ PV തോമസ് ഒരുപക്ഷെ ഒരു താൽക്കാലിക RJDക്ക് താൽക്കാലികമായ ഒരു തിരിച്ചടി നൽകാൻ എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളിലാണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു മഹാസഖ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നതുണ്ട്. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ പക്ഷേ ദേശീയ തലത്തിലൊക്കെ വലിയ കാൽക്കുലേഷനുകൾ, പ്രത്യേകിച്ച് BJP വലിയ കണക്കുകൂട്ടലുകൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഇപ്പോൾ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ ഈ ഒരു വിഷയം JDUവിനുള്ളിൽ തന്നെ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? JDUവിനുള്ളിൽ ഈ പ്രശ്നം തൽക്കാലം ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നിതീഷ് കുമാർ വളരെ ശക്തനായ ഒരു നേതാവാണ്. നിതീഷ് കുമാർ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സ്റ്റാൻഡേർഡുകാരായിട്ട് പറയുന്നത് BJP അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗഡ്ബന്ധൻ പൊളിക്കുവാനായിട്ട്. പക്ഷെ ലാലു പ്രസാദ് യാദവ് ഇതിനിടയ്ക്ക് സെൻട്രലുമായിട്ട് ഒരു ഡീലിനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്, റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കേസുകളെല്ലാം ഒന്ന് ഒതുക്കുകയാണെങ്കിൽ അദ്ദേഹം നിതീഷ് കുമാറിനെ തള്ളി താഴെയിടാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അത് നിതീഷ് കുമാർ മണത്തറിയുകയും അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തമ്മിലുള്ള മാറിപ്പോയത്. അല്ലാതെ കറപ്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. കറപ്ഷൻ്റെ ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം കറപ്ഷൻ ഇഷ്യൂ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിതീഷ് കുമാർ, ലാലു പ്രസാദ് അത് കൺവിക്റ്റ് ആണ്. കോടതി സ്കാമിൽ കൺവിക്റ്റ് ആയിട്ടുള്ള തടവുകാരനായിട്ടുള്ള ലാലു പ്രസാദുമായിട്ട് ഒരു ഗഡ്ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അഴിമതിയേക്കാൾ കൂടുതലായിട്ട് ചില അന്തർനാടകങ്ങളാണ് നടന്നത്. അതാണ് ഇതുപോലെ ഡീലും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് ശാശ്വതമായിട്ടുള്ള ഒരു സഖ്യമാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ ഏതായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വിഷയങ്ങളുള്ളത്. നാളത്തെ വിശ്വാസ വോട്ടെടുപ്പ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ പെട്ടെന്നൊരു തിരിച്ചടി ഒന്നും ഉണ്ടാകാൻ നിതീഷിനുണ്ടാകാനുള്ള സാധ്യത ഇല്ല എങ്കിൽ പോലും ഈ പറയുന്ന 71 സീറ്റ് എന്ന് പറയുന്നതിൽ 18 സീറ്റുകളും 18 MLAമാരും ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ യാദവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. സ്വാഭാവികമായും അവരുടെ നിലപാട് നിർണായകമാകും. ഇവിടെ RJD 80 സീറ്റ്, കോൺഗ്രസ് 27 സീറ്റ്, അങ്ങനെയുള്ള കാൽക്കുലേഷനുകൾ ഉണ്ടെങ്കിലും ഇവരുടെ നിലപാടുകൾ JDUവിനുള്ളിൽ നിന്നുള്ള കൂടുതൽ പേർ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഇതിനോടകം നടക്കുന്നുണ്ടോ? തൽക്കാലം അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം അവരെങ്ങോട്ട് പോകും, എന്തായിരിക്കും അവരുടെ ഭാവി അതിനുശേഷം? അല്ലെങ്കിൽ RJDയും കോൺഗ്രസും കൂടി ചേർന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു സ്റ്റാൻഡ് എടുത്തിരിക്കും. അങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടാകാം ഏറെയിൽ, പക്ഷെ പ്രത്യക്ഷമായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നാളത്തെ വിശ്വാസ വോട്ടിൽ വലിയ നാടകീയമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 14 പേര് BJPയിൽ നിന്ന് മന്ത്രിമാരാകുമെന്നുള്ള സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായും
ബി.ജെ.പിയുടെ വറുതിയിലേക്ക് വരുന്ന ഒരു ശൈലി നിതീഷ് ഇപ്പോൾ ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും ബി.ജെ.പിയുടെ വറുതിയിലേക്ക് വരുന്നു എന്ന ഒരു പ്രതീതി കൂടി നിതീഷ് ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാവും. കാര്യം നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും ബി.ജെ.പിക്ക് ശക്തമായിട്ടുള്ള, കാരണം പല കാര്യങ്ങളിലും കേന്ദ്രത്തിനോട് ചേർത്ത് പിടിക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഭരണത്തിന്റെ തലവൻ നിതീഷ് കുമാർ ആണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് ഒരു പ്രത്യേക നിർണായകമായിട്ടുള്ള ഒരു ശക്തിയും സ്വാധീനവും ഉണ്ടായിരിക്കും വരാൻ പോകുന്ന ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ ഭാവി എന്തായിരിക്കുമോ, ഏത് രീതിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യം നമുക്ക്, കാരണം നിതീഷ് കുമാർ നേതാവായെന്നാണ് പറയുന്നത്. നിതീഷ് കുമാറിന് ഏത് രീതിയിലും അദ്ദേഹം വ്യാഖ്യാനിച്ച് അദ്ദേഹം വരും. ഒരു സമയത്ത് അദ്ദേഹത്തിന് മത സെക്യുലറിസ്റ്റ് ആകാം, വേറെ സമയത്ത് കമ്മ്യൂണൽ പാർട്ടിയായിട്ട് യോജിക്കാം, അങ്ങനെയെല്ലാം അദ്ദേഹം ചെയ്യുന്ന ആളാണ്. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയണം. വളരെ നന്ദി ശ്രീ പി.വി. തോമസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും നാളെ വിശ്വാസ വോട്ട് നടക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നത് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും നിതീഷ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു.